ഹേ ഗായ്സ്, മിഥുനാൻ എന്നുവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ എൻ്റെ കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞു ഗൈസ്, നമ്മളെ ജൂറാസിക് പാർക്കിൽ പുതിയതായിട്ട് അമ്യൂസ്മെൻറ്റ് മറ്റേ ഇതുണ്ടല്ലോ പാർക്ക്, അതുകൊണ്ട് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞ്. അപ്പോൾ അയ്യോ വഴി മാറിപ്പോയി ഗൈസ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇപ്പോൾ നമുക്കൊരു ജോലി ഇല്ലല്ലോ, നമ്മളെപ്പോഴും ഒരു ജോലി ഇല്ലാതെ വീട്ടിലിരിപ്പാണല്ലോ. അപ്പോൾ നമുക്കൊന്ന് അവിടെ പോയി കറങ്ങിയിട്ടൊക്കെ വരാമെന്ന്. നമ്മളെ സ്ഥലത്ത് അമ്യൂസ്മെൻറ്റ് പാർക്ക് എത്താറായിട്ടുണ്ട് ഗൈസ്. ജൂറാസിക് പാർക്കിലാണ് അമ്യൂസ്മെൻറ്റ് പാർക്ക് ഇപ്പോൾ പുതിയതായിട്ട് പണിഞ്ഞിരിക്കുന്നത്. എന്തായാലും അമ്യൂസ്മെൻറ്റ് പാർക്കിലോട്ട് കയറാം. ഗൈസിൻ്റെ ഇത് എൻട്രൻസ് ഇവിടെ ഗൈസ്. എന്നിട്ട് ഇവിടെ ജൂറാസിക് പാർക്ക് എന്നല്ലേ എഴുതി വെച്ചോണം. അമ്യൂസ്മെൻറ്റ് പാർക്ക് തുടങ്ങി അമ്യൂസ്മെൻറ്റ് പാർക്ക് താഴെ കൊടുത്തുകൂടെ ഇരുന്ന് എഴുതിയിട്ടൂടെ ഇരുന്നായിരിക്കും. പിന്നെ എന്ത് ചെയ്യാൻ ഗൈസ്, നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്ക് കയറാം. അതിൻ്റെ അറ്റത്താങ്കണ്ടിന്നാണ് പറഞ്ഞവൻ. അറ്റത്ത് ഇവിടെ ഒന്നും ഇല്ലല്ലോ ഗൈസ്. ഇവിടെ ഒന്നും ഇല്ലല്ലോ ഗൈസ്, ഒന്നും അറ്റത്തെന്ന് പറഞ്ഞിട്ട്. ഗൈസ് ഇവിടെ അമ്യൂസ്മെൻറ്റ് പാർക്കൊന്നും ഇല്ല. പക്ഷേ അമ്യൂസ്മെൻറ്റ് പാർക്ക് തിരക്കി വന്നപ്പോൾ നമുക്ക് കോഴിമുട്ട കിട്ടി. എനിക്കാണ് ഇവിടെ ഇത് അവൻ്റെ ഏതോ കൂട്ടുകാരൻ വിളിച്ചിട്ട് ഏതെങ്കിലേക്ക് കൂട്ടുകാരൻ വിളിച്ചിട്ട് പറ്റിച്ചതായിരിക്കും. ഇവിടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് തുടങ്ങിയെന്ന് പറഞ്ഞ് എന്നെപ്പോലെ പറ്റിക്കപ്പെട്ട് ഇവിടെ വന്ന അയാളെ കയ്യിൽ നിന്നെല്ലാം പോയ മുട്ടയായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ മണ്ണൊക്കെ വെച്ചേക്കുന്നു. താഴെ വീണിട്ട് മുട്ട പൊട്ടിയില്ലേ. കോഴിമുട്ട തന്നെ എന്തായാലും നമുക്കിതങ്ങ് എടുത്തിരിക്കാം ഗൈസ്. എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ മുട്ട എടുത്ത് ബാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിനി എന്തായാലും ബൈക്കിൽ കയറി നമുക്ക് വീട്ടിലോട്ട് പോകാം. വീട്ടിൽ പോയിട്ട് വേണം ഒരു ഉഷാറായിട്ട് നമുക്ക് പൊരിച്ചടിക്കാൻ. അയ്യോ ഗൈസ്, നമ്മൾ മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിനി വീട്ടിലോട്ട് പോവാം. ഈ വണ്ടിക്ക് എന്തോ ഒരു കുഞ്ഞ് കംപ്ലൈൻറ്റ് ഉണ്ടെന്നാണ് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് തനിയെ നിന്നോണം ഈ വണ്ടി. നമുക്ക് വീട്ടിലോട്ട് പോകാം. പിന്നെ എന്തെങ്കിലും പറയാം, നമുക്ക് വീട്ടിലോട്ടൊക്കെ പോകാം ഗൈസ്. വീട്ടിലോട്ട് പോവാം ഗൈസ്. നമ്മളെ വീടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. ഇതിൻ്റെ മണ്ടേ തന്നെ വീട്. ഗൈസ് വീട് എത്തിയിട്ടുണ്ട്. അയ്യോ വണ്ടി തന്നെ വീടും കഴിഞ്ഞ് പോവുകയാണ്. വീടെത്തിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് വണ്ടി ഒതുക്കാം ഗൈസ്. എന്തായാലും ക്ഷീണിച്ചൊക്കെ വന്നതല്ലേ, നമുക്ക് TV പോയി കാണാം കുറച്ച് നേരം. TV ഒക്കെ കണ്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീട് പുറത്തൊക്കെ ഇറങ്ങാം. പക്ഷേ TV കാണാം. TV കണ്ടിട്ട് വേറെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഗൈസ്. സീനായി ഗൈസ്. TV ഇപ്പോൾ പറയണത് ഇത് ഡൈനോസറിൻ്റെ മുട്ട നമ്മളല്ലേ എടുത്തത്, കോഴിമുട്ട ചോദിച്ച്. TV പറയണ ഏതൊരു ഡൈനോസറിൻ്റെ മുട്ട കാണാതെ ആ ഡൈനോസർ നമ്മളെ സിറ്റിയിൽ ഇറങ്ങി നശിപ്പിക്കണ്. ആ പരിധിയിലുള്ള കുറേ മനുഷ്യരത് കൊന്നു. ഒരു സീനായാലും നമുക്ക് പോയി പോലീസ് സ്റ്റേഷനിൽ പറയാം. അല്ലെങ്കിൽ അവരിത് എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും ഗൈസ്. എനിക്ക് പേടിയാവുന്നു ഗൈസ്. ഗൈസ് ഡൈനോസർ ഇവിടെ. ആ ഡൈനോസർ ഇത്രയും വേഗം നമ്മളെ സിറ്റിയിലെത്തി. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം ഗൈസ്. നമ്മളാണ് അറിയാതെ കോഴിമുട്ടയെന്ന് ചോദിച്ചാൽ ഡൈനോസറിൻ്റെ മുട്ട എടുത്ത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം. സാറേ എന്താടാ സാറ്, നമ്മളവിടെ എത്തിയിട്ടുണ്ട് സാറേ. ഒരു മിസ്റ്റേക്ക് പറ്റി സാറേ. എന്താടാ പറ്റിയേ സാറേ? ഞാനാണ് ഡൈനോസറിൻ്റെ മുട്ടയെന്ന് പറഞ്ഞ് കോഴിമുട്ടയെന്ന് പറഞ്ഞ് ഡൈനോസറിൻ്റെ മുട്ട എടുത്തുകൊണ്ട് വന്നു. നീ എന്തിനു കോഴിമുട്ടയെന്ന് പറഞ്ഞ് ഡൈനോസറിൻ്റെ മുട്ട എടുത്തുകൊണ്ട് വന്നാ? സാറ് അതല്ലേ പറഞ്ഞ, ഞാൻ തെറ്റിദ്ധരിച്ച് അറിയാതെ എടുത്തുകൊണ്ട് വന്നിന്ന്. സത്യം പറയടാ, നീ എന്തിനാടാ രാവിലെ ഇടിച്ച് അങ്ങോട്ട് പോയത്? പറയടാ. എൻ്റെ ഒരു അഴുക്ക തെണ്ടി ചങ്ക് പറഞ്ഞ് അവിടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് തുടങ്ങിയെന്ന് അവിടെ നീ പോയി റൈഡിലൊക്കെ കയറിയിട്ട് വരാൻ. ഓഹോ, അതാണല്ലോ കാര്യം. സാറേ ഇനി എന്തിനും കോഴിമുട്ടയെന്ന് പറഞ്ഞ് ഡൈനോസറിൻ്റെ മുട്ട എടുത്തത് ഞാനാണ്. എടാ നിനക്കൊന്നും അത്രയ്ക്ക് വിവരം ഇല്ലടാ. കോഴിമുട്ടയും ഡൈനോസറിൻ്റെ മുട്ടയും തിരിച്ചറിയാനുള്ള ശേഷി പോലും നിനക്കൊന്നും ഇല്ലടാ. സാറേ എനിക്കറിയാം, കോഴിമുട്ട ഇതൊക്കെ തന്നെ അറിയാം. പക്ഷേ കണ്ടിട്ട് എനിക്ക് കണ്ണ് പിടിച്ചില്ല. കണ്ണിന് ചെറിയ ഇഷ്യൂ ഉണ്ടേ. കോഴിമുട്ട വലുതായിരിക്കും, ഡൈനോസറിൻ്റെ മുട്ട കുഞ്ഞായിരിക്കും അല്ലേ സാറേ? പൊട്ടാ, നിൻ്റെ അത്ര പൊട്ടന്മാരാണ് ഈ ഭൂമിയിലെ ഭാരം. സാറ് നമ്മളെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പൊങ്കാലിട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാം. ഇനി നമ്മൾ ജീവനോടുണ്ടെങ്കിൽ ബാക്കി ബാക്കി പറയാം ഗൈസ്. ബൈ ടാറ്റ, സീ യു. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഗൈസ്. ടാറ്റ.